ഇനി വരാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നോക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങൾ കമൻസ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എപ്പിസോഡിനകത്ത് എന്താണ് ശാലിനി വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞ് ശാലിനി നേരെ സത്യഭാമയുടെ വീട്ടിലേക്കാണ് ഓടിയെത്തുന്നത്. കാരണം കരച്ചിലും എല്ലാം റോഡിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടും അതെല്ലാം കഴിഞ്ഞിട്ടും ഇതൊക്കെ സത്യമാണോ, അതായത് ശ്യാമ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാനാകാതെ ശാലിനി നേരെ വന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് വരുവാണ്. കാരണം വിഷ്ണുവിന് കാർത്തികേയനെ അവിടെ വെച്ച് കാണുമ്പോൾ കാർത്തികയുടെ കഴുത്തിൽ കിടക്കുന്ന വിഷ്ണു കെട്ടിയ താലി അത് ശാലിനിയുടെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ആ നോവുന്നെങ്കിലും ശാലിനിയെക്കാളും കൂടുതൽ ആ ഒരു നോവ് അനുഭവിക്കുന്ന വ്യക്തി വിഷ്ണു തന്നെയാണ്. കാരണം വിഷ്ണുവിന് ശാലിനിയുടെ സത്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ശാലിനി ഇന്നും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സത്യം, ഏത് സത്യം ശാലിനി മറ പിടിച്ചുകൊണ്ടാണോ ഇന്ന് വരെ ശാലിനി തൻ്റെ ജീവിതവും വിഷ്ണുവിൻ്റെ ജീവിതവും എല്ലാം കൂടെ ഈ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ സത്യാവസ്ഥ ശാലിനിയുടെ വായിൽ നിന്ന് വീഴാൻ അവസാന അടവായിട്ടാണ് ശാലിനിയുടെ മുന്നിൽ കാർത്തികയുമായിട്ടുള്ള വിഷ്ണുവിന് വിവാഹം നടന്നതായിട്ട് കാണിക്കുന്നതിൻ്റെ കാര്യം തന്നെ. അപ്പോൾ ശാലിനി വന്ന് എന്താണ് സത്യഭാമയടുത്തൊക്കെ കരഞ്ഞ് സംസാരിക്കുകയാണ്. ലാസ്റ്റ് എന്താണ് ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരയാണ്. ഇതൊന്നും കണ്ടിട്ട് പോലും ആ കാർത്തികയുടെ മനസ്സിൽ ഒരു അലിവെന്ന് പറയുന്നില്ല കേട്ടോ. കാർത്തികയുടെ മുഖത്തിൻ്റെ ഭാവമൊക്കെ നമ്മളൊന്ന് കാണണ്ട. അതായത് ഭയങ്കര എന്താണ്, നീ ആരാ ഇവിടെ വന്ന് ഇത്രയൊക്കെ സംസാരിക്കുക എന്നൊരു ഭാവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കാർത്തിക അസലായിട്ട് വിഷ്ണുവിനെ മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചെന്നെ വിഷ്ണുവിൻ്റെ കൂടെ കൂടിയിരിക്കുവാന്നേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ സത്യഭാമ എടുത്ത് പറഞ്ഞിട്ടും, അതായത് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ കുറേ കാര്യം പറഞ്ഞിട്ടും സത്യഭാമ ഒരു രീതിയിലും വിട്ടുകൊടുക്കാതായപ്പോഴത്തേക്കും ശാലിനിക്ക് സത്യഭാമയുടെ ഒന്നും സംസാരിക്കില്ല. ശാലിനിക്ക് സംസാരിക്കാനുള്ളതും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനുള്ളതൊക്കെ വിഷ്ണുവിൽ നിന്ന് മാത്രമാണ്. അവസാനം ശാലിനി എന്താണ് വിഷ്ണുവിൻ്റെ മുന്നിൽ പറയുന്നത്, ഇതൊന്നും കള്ളവാണെന്നൊന്നും പറ വിഷ്ണു ഏട്ടാ, ഇതൊന്നും സത്യമല്ല എന്ന് എന്നോടൊന്ന് പറ വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇത് സത്യമല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് വിഷ്ണുവിൻ്റെ മുന്നിൽ ശാലിനി മുട്ടുകുത്തിയിരുന്ന് കരയുവാണ്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താ ശാലിനി എന്ന് വിളിക്കാനായിട്ട് അങ്ങ് വെമ്പി നിൽക്കുകയാണ്. പക്ഷേ ശാലിനിയുടെ മുന്നിൽ എന്താണ് വിഷ്ണു കൺട്രോൾ ചെയ്ത് പിടിക്കുക. കാരണം ഈ സത്യങ്ങളൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ലടോ എന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും ശാലിനി പറയും ഇത് സത്യമല്ല എന്ന് പറ വിഷ്ണു ഏട്ട എൻ്റെ രാമനെ പോലെയാണ്. എൻ്റെ രാമൻ എന്നെ ചതിക്കാനാകുമോ? എന്നെ മറന്ന് വിഷ്ണുവേട്ടൻ ഒരു ജീവിതം ഉണ്ടോ? പ്രാണനെ പോലെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന വിഷ്ണുവേട്ടൻ പാതി വഴി ഉപേക്ഷിക്കുകയാണോ വിഷ്ണുവേട്ട? എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണുവിന് പറയാൻ ഒരു ഉത്തരവില്ല. വിഷ്ണു ഭയങ്കര സങ്കടത്തിനകത്താണ്. അപ്പോൾ ലാസ്റ്റ് ശാലിനി പറയുക എനിക്ക് ഒരു കാര്യം മാത്രമാണ്, എവിടെ ഇത്ര ദൂരം എവിടെയൊക്കെ അകന്നാലും എൻ്റെ മനസ്സിൽ ഓരോ നിമിഷം വിഷ്ണുവേട്ടൻ എന്ന മുഖം മാത്രമേ ഉള്ളത്. ഞാൻ വിഷ്ണുവിനെ ഒരു രീതിയിൽ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് പറയാൻ ഒന്നും ഉത്തരവില്ല. അപ്പോഴത്തേക്കും വീണ്ടും ശാലിനി പറയുന്നത് വിഷ്ണുവേട്ടൻ്റെ കാര്യത്തിനകത്തും എന്നെ ഒരിക്കലും ഞാൻ എവിടെയൊക്കെ അകന്ന് മാറി നിന്നാലും എൻ്റെ വിഷ്ണുവിൻ്റെ ഒരു നിമിഷം പോലും എന്നെ മറന്നൊരു ജീവിതം കാണുന്നില്ല. എന്നെ ചതിക്കാൻ വിഷ്ണുവേട്ടന് കഴിയത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യം. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ പറ വിഷ്ണുവേട്ട ഇതൊന്നും സത്യമല്ല, ഞാൻ കാണുന്നതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് സത്യഭാമ കയറി ഇടപെടുവാണ്. നിനക്ക് ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മതിയായില്ലേ? നിൻ്റെ കണ്ണ് തുറന്ന് നീ നോക്ക്, അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് നിന്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് എൻ്റെ മകൻ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്നിട്ട് നീ ഇവിടെ ചെയ്യാനുള്ള എല്ലാ അടവും ചെയ്തിട്ട് ഇവിടെ വന്നത് കള്ളത്തരങ്ങൾ പറയാൻ നിനക്ക് നാണമില്ലേ? ശാലിനി ഈ സത്യഭാമയുടെ ഒരു വാക്കിന് ഉത്തരം കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഉത്തരം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ശാലിനിക്ക് സംസാരിക്കാനുള്ളതെല്ലാം വിഷ്ണുവിനോടാണ്. അപ്പോൾ ശാലിനി പറയാണ് വിഷ്ണുവിൻ്റെ നമുക്കിടയിലുണ്ടാകുന്ന പ്രേമം, സ്നേഹബന്ധം, നമ്മൾ തമ്മിലുണ്ടാകുന്ന വിശ്വാസം, ഇത്രയും കാലം ജീവിച്ച നമ്മുടെ ഓർമ്മകൾ, ഇതെല്ലാം വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയ വിഷ്ണുവേട്ടൻ. ഞാനിപ്പം വിഷ്ണുവേട്ടൻ്റെ മനസ്സിനകത്ത് ഇല്ലേ? ഞാൻ വിഷ്ണുവേട്ടൻ്റെ ആരുമല്ലേ എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് ഭയങ്കര സങ്കടത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും ശാരദാമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടം. ഇത് കേട്ട് നിന്ന് രസിക്കുകയാണ് നമ്മുടെ മധുശ്രീ. കൊള്ളാം എന്ത് രസം ഉണ്ട് ഇവളെ ഇങ്ങനെ കരഞ്ഞ് കാണാനായിട്ട്. ഇന്ന് എന്തായാലും ഒരു പാൽപ്പായസം കുടിച്ച ഒരു ആഘോഷമാണെന്നൊക്കെ മനസ്സിനകത്ത് എന്താണ് മധുശ്രീ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ മുന്നിൽ തന്നെ ശാലിനി പറയുകയാണ് എൻ്റെ പ്രാണനാണ് വിഷ്ണുവേട്ടൻ എന്നുള്ള കാര്യം ഞാൻ പറയാതെ വിഷ്ണുവേട്ടൻ അറിയുന്ന കാര്യമല്ല. എൻ്റെ ജീവനാണ് വിഷ്ണുവേട്ടൻ. എന്നിട്ട് എൻ്റെ ജീവനെ തുല്യം ഞാൻ സ്നേഹിച്ച വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടന് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ ശാലിനി അകറ്റി മാറ്റാൻ കഴിഞ്ഞത് പറ വിഷ്ണുവേട്ട. അപ്പോഴത്തേക്കും വിഷ്ണു പറയും ശാലിനി ഈ കാണുന്നൊന്നും സത്യമല്ല. തൻ്റെ വായിൽ നിന്ന് സർവ്വസത്യങ്ങൾ അറിയാൻ എൻ്റെ അവസാനത്തെ പരിശ്രമം മാത്രമാണോ? അതെനിക്ക് തന്നോടിപ്പം പറയാൻ പറ്റത്തില്ല. അമ്മയുടെ സാഹചര്യങ്ങൾ അമ്മയുടെ പ്രവൃത്തിയൊക്കെ തനിക്ക് അറിയാവുന്നതാണ്. തൽക്കാലം എൻ്റെ മുന്നിൽ ഇത് മാത്രമേ വഴി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിക്കുകയാണ്. പക്ഷേ ശാലിനി പറയും പറ വിഷ്ണുവേട്ട എനിക്കൊരു ഉത്തരം കിട്ടണം വിഷ്ണുവേട്ടൻ പറ എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് സത്യഭാമ കയറിയിടുക. മതിയാക്കിക്കൂടെ? നീ കുറേ നേരം കൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ മോന് നിന്നോട് ഒരു അക്ഷരം
അക്ഷരം സംസാരിക്കില്ല എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ലേ? നാണം കെട്ട് എന്തിനാണ് ഇവിടെ ഇരുന്ന് നിരങ്ങുന്നത്? നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ടർ ഓഫീസിൽ പോയി ചെയ്താൽ പോരെ, അല്ലാതെ ഇവിടെ വന്ന് നടന്ന് നിന്റെ ഷോ ഓഫും ഡ്രാമയൊന്നും നീ കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്കും ശാലിനി അങ്ങ് എണീക്കുവാണ്. കാരണം വിഷ്ണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെല്ലും ഒരു ഉത്തരവില്ല. അപ്പോഴത്തേക്കും സത്യഭാമ വയ്ക്കുക, നിനക്ക് എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച കാര്യത്തിനൊക്കെ നീ ഉത്തരം പറയണോ ശാലി, അല്ലാതെ നീ ഇങ്ങനെ കിടന്നിട്ട് അഭിനയിച്ച കാര്യമില്ല. ഓ, അവളുടെ ഒരു പൂങ്കൊണ്ടിയിലോ അഭിനയം എൻ്റെ മോൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുവാണ്. ഇനി നിനക്ക് കണ്ടറിഞ്ഞൂടെ അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. നിന്റെ സർവ്വവിധ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നീ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും നിന്റെ കള്ളത്തരങ്ങളൊക്കെ നാട്ടി വെളിവിലായപ്പോഴത്തേക്കും നീ ഇപ്പം വീണ്ടും അവൻ്റെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് നിന്റെ സർവ്വവിധ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടും നീ അവനെ എന്ത് ബോധിപ്പിക്കാനേ ശ്രമിക്കുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്റെ കല്യാണം നടന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. അപ്പോഴത്തേക്കും നേരെ മനസ്സിലാക്കി അത് പറഞ്ഞ പോലെ ശരിയാണല്ലോ, ഇവൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പുതിയ ഡ്രാമയുടെ ഒരു അടവൊക്കെ ഇറക്കുന്നത്? ഇവർക്ക് വേറെ കല്യാണം കഴിഞ്ഞ് കാണും, ഇവർക്ക് വേറെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവളെന്തിനാ വീണ്ടും വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് പ്രാന്താണ്, ഇവളെന്തോ ഈ കാണിക്കുന്നത്? നമ്മുടെ മധുശ്രീ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം വിഷ്ണുവിന് എന്താണ് ശാലിനി അമ്മ വഴക്ക് പറയുന്നതിനകത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് സത്യഭാമ എന്താണ് വിഷ്ണു ഇപ്പം താലി കെട്ടിക്കൊണ്ടുവന്ന് കാർത്തികയുടെ കൈ പിടിച്ച് ശാലിനിയുടെ മുന്നിൽ നിർത്തിയിട്ട് കാണിക്കും, ദാ നോക്കൂ, നിന്റെ കണ്ണ് തുറന്നു നോക്കും, അവളുടെ കഴുത്തിൽ കിടക്കുന്ന വിഷ്ണു കെട്ടിയ താലി. അവന് നിന്റെ അടവുകളും കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി, നിന്റെ സ്വഭാവം അവന് നല്ലപോലെ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ഒരു തീരുമാനത്തിലേക്ക് അവസാനം വന്നത്. എന്നിട്ട് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി എടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇവിടെ അഭിനയിക്കുന്നത്? അപ്പോഴത്തേക്കും ശാലിനി പറയുകയാണ്, എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, ഞാൻ ആരുടെയും ഭാര്യയല്ല, ഞാൻ മറ്റൊരാളുടെ താലി എൻ്റെ കഴുത്തിൽ കയറ്റിയിട്ടില്ല, ഞാൻ വിവാഹിത അല്ല, എൻ്റെ കഴുത്തിൽ വിഷ്ണുട്ടൻ താലിയല്ല, മറ്റൊരാളെ താലി എൻ്റെ കഴുത്തിൽ കയറിയിട്ടില്ല, ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ ആരെ വിവാഹം കഴിച്ചില്ല എന്ന് വിഷ്ണുവിനെ നോക്കി ഒന്ന് തറപ്പിച്ച് പറയുകയാണ്. കാരണം നിങ്ങളാണ് വേറൊരു കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് ബോധ്യത്തോടെ തന്നെ ശാലിനി പറയുവാണ്. അപ്പം വിഷ്ണുവിന് അത് കേൾക്കാൻ വീണ്ടും ഭയങ്കര സങ്കടമാണ്. അപ്പോഴത്തേക്ക് നേരെ സത്യമായി ഇത്രയും കള്ളത്തരം കാണിച്ച് നിനക്ക് ഈ ഒരു കള്ളത്തരം പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു വിചാരിച്ചോ ശാലിനി? ഞാൻ അത്ര വലിയ മണ്ടിയൊന്നുമല്ല, എൻ്റെ മകനെ നീ കുറേ മണ്ടിയാക്കി, പക്ഷെ സത്യഭാമയെ അവൻ്റെ അമ്മയാണ്, അത്ര വലിയ മണ്ടിയല്ല. ഇത്രയും കള്ളത്തരങ്ങൾ അടവും കാണിച്ച് നിനക്ക് ഈ ഒരു കള്ളത്തരം പറയാൻ പറ്റത്തില്ല എന്ന് ഞാൻ കരുതുവോ? അപ്പോഴത്തേക്കും ശാരദാ പറയോടെ, എൻ്റെ മകൾ ഒരു കള്ളത്തരം പറയുന്നത് സത്യഭാമ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, അവൾ ഒരു തെറ്റും, അവൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, അവൾ മറ്റാരെയും ചതിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ, ദാ സാമേ, നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് വലിയ ശരിയായിരിക്കും, അവൾ കാണിച്ചു കൂട്ടുന്ന എല്ലാവിധ കൊള്ളയതായ്മ നിങ്ങളുടെ കണ്ണിൽ ശരിയായിട്ടേ തോന്നുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെയാണ്, ശാരദാമ്മയ്ക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും തൻ്റെ മക്കൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്. പക്ഷേ ഈ സത്യഭാമയുടെ മുന്നിൽ ശാലിനി തെറ്റുകാരി തന്നെയാണ്. അപ്പോഴത്തേക്ക് ശാലിനി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ മറ്റാരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവിടെ വെച്ച് തന്നെ ഞാൻ സത്യഭാമയോട് പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ? അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, നിന്റെ കള്ളത്തരങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ ഇനി മനസ്സില്ല ശാലിനി പറയുന്ന സത്യഭാമയോട്. നേരെ രാഘവൻ നായർ പറയുന്നത്, ശാലിനി പറയുന്നുണ്ടല്ലോ അവൾക്ക് സത്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റുന്നുള്ള കാര്യം, നീ എന്താണ് അതിന് അവകാശം കൊടുക്കാതെ, നീ എന്താണ് നിന്റെ ഇഷ്ടത്തിൽ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാമയെ? അവളെല്ലാം തെളിയിക്കാന്ന് പറയില്ല, അവൾക്ക് അതിനുള്ള സാവകാശമുണ്ട്. സാവകാശങ്ങളൊക്കെ കഴിഞ്ഞു പോരാകട്ടെ, നിങ്ങൾ മിണ്ടിപ്പോലും, സാവകാശങ്ങളൊക്കെ എത്രയോ കഴിഞ്ഞു പോയി. അവൾക്ക് പറയണമെങ്കിൽ അതൊക്കെ മുന്നേ പറയണം. ഇതാ ഇപ്പം ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടാണോ ഇവൾ ഇതൊക്കെ സംസാരിക്കുന്നത്? ശരി, അവൾ കല്യാണം കഴിച്ചിട്ടില്ല, അതിനെ അംഗീകരിച്ച്. ഇനി എന്നാൽ ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, സത്യം അപ്പം പിന്നെ ആരുടെ മകളാണ്? സത്യം നിന്റെ മകളാന്നല്ലേ ശാലിനി നീ പറഞ്ഞത്? നിന്റെ മകളാണെങ്കിൽ നീ പ്രസവിച്ച ഒരു മകളാണ് സത്യമെങ്കിൽ ആ മകളുടെ അച്ഛൻ ആരാന്ന്? നീ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, നീ കല്യാണം മറ്റാരെയും കഴിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എങ്ങനെ സത്യം എന്നൊരു കുട്ടിയുണ്ടായി? നീ അതിൻ്റെ സത്യം ഒന്ന് പറ. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി കരയുവാണ്. കാരണം ശ്യാമയെ ഒന്ന് നോക്കുവാണ്. ശ്യാമയെ നോക്കിയിട്ട് ശ്യാമയും പേടിച്ചിരിക്കും. കാരണം കുഞ്ഞിച്ചി സത്യങ്ങളൊക്കെ പറയൂ എന്ന് പേടിക്കാൻ ശ്യാമ നിൽക്കുമ്പോഴും ശാലിനിക്ക് എന്ത് പറയുന്നറിയാം, ശാലിനി കരയുന്നതാണ്. വിഷ്ണുവിന് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ശാലിനി എന്തോ ഒളിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രം മനസ്സിലാവുന്നു. പക്ഷേ സത്യഭാമ ഒരു രീതിയിലും ശാലിനിയുടെ സ്വഭാവത്തിനാണെങ്കിൽ അത്ര മാത്രം തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അവസാനം ശാലിനി അങ്ങ് എണീറ്റ് നിന്ന് പ്രതികരിക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ ആരെയും വിവാഹം കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സത്യയെക്കുറിച്ചല്ലേ അറിയേണ്ടത്? സത്യ ഈ വീട്ടിലെ തന്നെ മകളാണ്, സത്യ ഈ വീട്ടിലെ സത്യാമ്മയുടെ പേരെക്കുട്ടി തന്നെയാണ് സത്യ, നിങ്ങളുടെ ചോരയാണ്, ഈ കുടുംബത്തിലെ അവകാശിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറയും, അടുത്ത അടവും കൊണ്ടുവന്നല്ലോ. അങ്ങനെ ശാലിനി അവസാനം ആ സത്യം എല്ലാവരുടെ മുന്നിലും തന്നെ തുറന്ന് പറയുവാണ്. ഇത് കേട്ട് ശ്യാമ വരെ ഞെട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വിഷ്ണു ആണെങ്കിൽ സത്യ എൻ്റെ മകളാണോ എന്ന ചിന്ത വിഷ്ണുവിൻ്റെ മനസ്സിൽ വന്ന് നിൽക്കുന്നതും കാണിച്ചാണ്. എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. കാരണം സത്യയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ശാലിനി തുറന്ന് പറയുകയാണ്. കാരണം
മോളെ എൻ്റെ മകൾ മാത്രമല്ല ഈ വീട്ടിലെ തന്നെ ചോര തന്നെയാണ് സത്യമോള്. എൻ്റെ കുട്ടിക്ക് അച്ഛനില്ലാതാകാൻ പാടില്ല. എൻ്റെ മകൾക്ക് അച്ഛൻ വേണം. എൻ്റെ വിഷ്ണുവേട്ടൻ എന്ന അച്ഛൻ എൻ്റെ കുഞ്ഞിന് വേണം എന്നുള്ള കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുറ്റത്ത് വീണ്ടും വന്നതെന്ന് സത്യഭാമയുടെ മുഖത്ത് നോക്കി ശാലിനി പറയുവാണ്. അപ്പോൾ ഇത് കേട്ട് വിഷ്ണുവും രാഘവേട്ടനും അതുപോലെ എല്ലാവരും തന്നെ ഞെട്ടി നിൽക്കുവാണ്. ശ്യാമയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കാരണം കുഞ്ഞേജി സത്യയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. സത്യഭാമ അത് കേട്ട് നിൽക്കുന്നതും ഈ ഒരു കാര്യം ശാലിനി പറയുന്നതൊക്കെ മധുശ്രീ ആണെങ്കിൽ ഇതെപ്പം സംഭവിച്ചു, ഇതിപ്പം നമ്മളറിയാത്തൊരു ട്വിസ്റ്റ് ആണല്ലോ എന്ന് മധുശ്രീയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചാണ് ഇനി വരാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡ് നിർത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ, കമൻസും ഷെയർസും ലൈക്സ് ഇടാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. ബൈ.